കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിലേക്ക് എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ അത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ആ ഒരു രീതിയിൽ ഞാൻ ഈ കോഴ്സുകളുടെ പേരുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്കൂടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ആദ്യത്തെ ഒരു കോഴ്സ് പറയുന്നത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, പിന്നീട് പറയുന്നത് സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ മെക്കട്രോണിക്സ്, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ഈ ഒരു കോഴ്സുകളെല്ലാം ഞാൻ ഒന്ന് ആഡ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്താൽ വെച്ചതാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന കോഴ്സുകളൊക്കെ ഏത് കോളേജുകളിലുള്ളത് നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് എടുക്കുക. അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോളേജിൽ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മളും സഹായിക്കാം. നിങ്ങളുടെ വീഡിയോയുടെ താഴെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ കോഴ്സുകളൊക്കെയാണ് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് നമുക്കിനി ഭാവിയിലേക്ക് കുറച്ചുകൂടെ ഗുണകരമായിട്ടുള്ള കോഴ്സുകൾ പോളിടെക്നിക്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെ കോളേജുകളിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.